എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. ഇതൊരു 2 സ്പൂൺ മതി. കറി എത്ര കുറവാണെങ്കിലും ചോറുണ്ണാൻ ഇത് മതി. നല്ലൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 6 ചുവന്നുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും നന്നായി ചതച്ച് ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും അതിനകത്തേക്ക് ഈ മെഴുക്കുവരട്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. കഴിയുന്നതും ചെറുതാക്കി എരിവാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ. എന്നിട്ട് ഇളക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. ഉരുളക്കിഴങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് തുറന്ന് വെച്ച് തന്നെ ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. അടച്ചങ്ങ് വെച്ച് തുറന്നിങ്ങെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും 1 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിന് വേകുന്നത് ഇതിൻ്റെ തന്നെ ആവിയിലാണ് വേകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് തുറന്നിങ്ങെടുത്ത് തുറന്ന് വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും കഴിക്കാൻ അത്ര പന്തിയാവില്ല, ഗ്യാസ് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അത് എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരമാകും, നല്ലൊരു ഫ്ലേവറുമാണ്. പിന്നെ കുറച്ചധികം നേരം കുറഞ്ഞ ഫ്ലെയിമിൽ അവിടെ ഇടുക, ഇളക്കാതെ തന്നെ ഇടയ്ക്ക് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ടങ്ങ് മൊരിഞ്ഞു വരും. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം അതാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് അതാണ്. അപ്പം അതുപോലെ കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ അതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം എല്ലാവരും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.